ഫെബ്രുവരി 16 ഞായറാഴ്ച. ലൂക്ക 6:17 20 മുതൽ 26 വാക്യങ്ങൾ. ഒരാൾ ചെറുപ്പമായിരിക്കുമ്പോൾ അയാളുടെ ആഗ്രഹം ഒരു കോളേജ് ബിരുദമോ ഡോക്ടറേറ്റോ നേടുക എന്നതായിരിക്കാം. കൂടാതെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ഉയർന്ന ശമ്പളമുള്ള ജോലി നേടുക, അല്ലെങ്കിൽ ലാഭകരമായ ഒരു ബിസിനസ് സ്വന്തമാക്കുക, ലോകം ചുറ്റി സഞ്ചരിക്കുക, ഇവയൊക്കെയാണ് സ്വപ്നം. അയാൾ വളരുമ്പോൾ ആ സ്വപ്നം യാഥാർത്ഥ്യമാകാം, അല്ലെങ്കിൽ അത് മങ്ങിയിരിക്കാം. എന്തു തന്നെ സംഭവിച്ചാലും നമ്മളിൽ പലരും ശീലിച്ചിരിക്കുന്ന ഈ ലോകത്തിൻ്റെ നിലവാരം എന്ന് പറയുന്നത് മനുഷ്യരുടെ ദൃഷ്ടിയിൽ വിജയിക്കുക എന്നതാണ്. ഇവിടെ വിജയം എന്നത് ലൗകിക വസ്തുക്കളുടെ ശേഖരണം എന്നാണ്. ഇന്നത്തെ സുവിശേഷ വായനയിൽ യേശു തികച്ചും വ്യത്യസ്തമായ ഒരു ജീവിത നിലവാരം അവതരിപ്പിക്കുന്നു. ലോക നിലവാരത്തിന് ഘടക വിപരീതമാണ് അത്. നിങ്ങൾ കൂടുതൽ ദരിദ്രനാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന് യേശു പറയുന്നു. നിങ്ങൾ വിശപ്പും ദാഹവും അനുഭവിക്കുകയും ദുഃഖത്തിലും ആയിരിക്കുമ്പോൾ ഒരു വലിയ അനുഗ്രഹം നിങ്ങളുടെ വഴിക്ക് വരുന്നു. മറുവശത്ത് നിങ്ങൾ സമ്പന്നനാണെങ്കിൽ, ആളുകൾ നിങ്ങളെ പ്രശംസിക്കുകയാണെങ്കിൽ, ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം കുഴപ്പത്തിലാണ്. തീർച്ചയായും യേശുവിൻ്റെ പഠിപ്പിക്കലുകളെ സമൂലമായി മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിയൂ. ലോകം പ്രിയപ്പെട്ടത് എന്ന് കരുതുന്നതെല്ലാം അത് തലകീഴായി മാറ്റുന്നു. അതുകൊണ്ടാണ് യേശുവിൻ്റെ വാക്കുകൾ കേട്ട് ചിലർ അപ്പോൾ ആർക്ക് രക്ഷപ്പെടാൻ കഴിയും എന്ന് ചോദിച്ച് പിരിഞ്ഞു പോയത്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, വിശക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ, കരയുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ, ആളുകൾ നിങ്ങളെ വെറുക്കുമ്പോഴും നിങ്ങളെ അപമാനിക്കുമ്പോഴും നിങ്ങളുടെ നാമത്തെ ദുഷ്ടമെന്ന് അപലപിക്കുമ്പോഴും നിങ്ങൾ ഭാഗ്യവാന്മാർ. നമുക്ക് സത്യസന്ധമായി സ്വയം ചോദിക്കാം, ദാരിദ്ര്യം, വിശപ്പ് അല്ലെങ്കിൽ മറ്റ് പരീക്ഷണങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മളെ തന്നെ ഭാഗ്യവാന്മാരായി കരുതുന്നുവോ? ആരെങ്കിലും നിങ്ങളെ വെറുക്കുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്താൽ നിങ്ങൾ ഭാഗ്യവാന്മാരായി കരുതുമോ? നമ്മുടെ ജീവിതത്തിൽ വേദന, ദുഃഖം, നഷ്ടം, ആശയക്കുഴപ്പം എന്നിവ ഉണ്ടാകുമ്പോൾ നമ്മളിൽ ആരെങ്കിലും നാം ഭാഗ്യവാന്മാരാണ് എന്ന് കരുതുമോ എന്നെനിക്ക് സംശയമുണ്ട്. ഒരുപക്ഷെ നമ്മൾ ശപിക്കപ്പെട്ടതായി തോന്നും, വഞ്ചിക്കപ്പെടുന്നതായി തോന്നും. ദൈവത്തോട് നമുക്ക് കോപവും സങ്കടവും ഭയവും ഒക്കെ ഉണ്ടാകും. എന്നിരുന്നാലും ആ ദിവസം സന്തോഷിക്കാനും തുള്ളിച്ചാടാനും യേശു നമ്മോട് പറയുന്നു. സ്വർഗത്തിൽ നമുക്കൊരു വലിയ പ്രതിഫലം ലഭിക്കുമെന്ന് അവൻ നമുക്ക് ഉറപ്പ് നൽകുന്നു. ഈ ഉറപ്പ് നാം അനുഭവിക്കുന്ന വേദനയ്ക്കും ദുഃഖത്തിനും കഷ്ടപ്പാടിനും ശമനം ഉണ്ടാകാൻ സാധ്യതയില്ല. തുടർന്ന് യേശു ദുരിതങ്ങളെക്കുറിച്ച് പറയുന്നു. അവിടുന്ന് പറയുന്നു, ധനികരെ, നിങ്ങൾക്ക് നിങ്ങളുടെ ആശ്വാസം ലഭിച്ചു. ഇപ്പോൾ വയറ് നിറച്ച നിങ്ങൾക്ക് വിശക്കും. ഇപ്പോൾ ചിരിക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം. നിങ്ങൾ ദുഃഖിക്കുകയും കരയുകയും ചെയ്യും. ആളുകൾ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ നിങ്ങൾക്ക് കഷ്ടം, കാരണം അവരുടെ പൂർവിക പ്രവാചകന്മാരോട് ഇങ്ങനെ പെരുമാറി. പ്രയാസകരമായ സമയങ്ങൾ വന്ന് ജീവിതത്തിലെ ദുരിതങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുന്നതുവരെ നമ്മുടെ അനുഗ്രഹങ്ങളെ നിസ്സാരമായി കാണുന്നത് എളുപ്പമാണ്. എന്നാൽ കഷ്ടപ്പാടുകളുമായി നാം മല്ലിടുമ്പോൾ
ഈ സമയത്ത് നാം അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സഹായകരമാകും. ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആയിരിക്കില്ലെങ്കിലും നമുക്ക് എല്ലാ ദിവസവും നിരവധി അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട്. അവ ചെറിയ അനുഗ്രഹങ്ങളായിരിക്കാം. ഒരു പുഞ്ചിരി, ഒരു സുഹൃത്തിൻ്റെ ഫോൺ കോൾ, ഒരു സൂര്യാസ്തമയത്തിൻ്റെ ഭംഗി, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളിൽ നിന്നുള്ള ആലിംഗനം. അവ അനുഗ്രഹങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ ദുരിതങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ സൗന്ദര്യം, ചിരി, നിശബ്ദത എന്നിവ തിരയുക. ദൈവത്തിൻ്റെ ഒരു കരസ്പർശനം, ആലിംഗനം ചോദിക്കുക. ആർക്കറിയാം, ദൈവം എന്ത് സമ്മാനം തന്നായിരിക്കും നിങ്ങളെ അത്ഭുതപ്പെടുത്തുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം ബാംഗ്ലൂർ.